അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ലോകത്തൊരുപാട് തുരീഖത്തുകളുണ്ട്. എല്ലാ ഹക്കായ തുരീഖത്തുകളും ശ്ലാഘനീയമാണ്. അത് അനുധാവനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ്. ഖിദ്മത്തുൽ ഫുഖഹ എന്ന് പറയുന്ന ഒരു കിതാബിൽ തന്നെ 40ഓളം തുരീഖത്തുകളെ കുറിച്ച് പറയുന്നുണ്ട്. വേറൊരു കിതാബിൽ 170 ചില്ലാൻ തുരീഖത്തുകൾ, വ്യത്യസ്തമായ പേരുകളിൽ അറിയപ്പെടുന്ന തുരീഖത്തുകളുണ്ട്. ഹക്കായ തുരീഖത്തുകളൊക്കെ ഒരു മനുഷ്യനെ, ഒരു അബ്ദിനെ അള്ളാഹുവിലേക്ക് എത്തിക്കുന്ന ഒരു യഥാർത്ഥ വഴികൾ തന്നെയാണ്. തുരീഖത്തുൽ ഖാദിരിയ, റിഫായിയ, ജിഷ്തിയ, സുഹ്റവർദിയ, ബദവിയ, ദസൂഖിയ, നക്ഷബന്ദിയ, തിജാനിയ, അങ്ങനെ ഒരുപാട് തുരീഖത്തുകൾ ലോകത്തുണ്ട്. ഇതൊക്കെ തുരീഖത്തുൽ മുഹമ്മദിയ തന്നെയാണ്. ഇതൊക്കെ തുരീഖത്തുൽ മുഹമ്മദിയയാണ്. പക്ഷേ ഏതെങ്കിലും കാലഘട്ടത്തിലെ മഹാന്മാരിലേക്ക് ചേർത്തിയിട്ട് അതിന് തുരീഖത്തുൽ ഖാദിരിയ, അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന പേരിലേക്ക് ചേർത്തിയിട്ട് ഖാദിരിയ എന്ന് പറയും. ബഹുമാനപ്പെട്ട റിഫായി ഷെയ്ഖിലേക്ക് നിസ്ബ ചെയ്തുകൊണ്ട് റിഫായിയ തുരീഖത്ത് എന്ന് പറയും. സത്യത്തിൽ അതൊക്കെ തുരീഖത്തുൽ മുഹമ്മദിയയാണ്. എന്തിനാണ് ഈ തുരീഖത്ത്? ഒരു മനുഷ്യന്റെ ആത്മാവ് ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ അല്ലാഹു തആല ഈ ആത്മാവിനെ ഈ നാസൂത്തിയായ ലോകത്തേക്ക് അയച്ചത്, ആ ലക്ഷ്യം പൂർത്തീകരിച്ചുകൊണ്ട് തിരികെ ലാഹൂത്തിയായ ലോകത്തേക്ക് തന്നെ ഈ ആത്മാവ് മടങ്ങണം. ആ ആത്മാവിനിക്ക് അള്ളാഹുവിന്റെ മുഖദ്ദസായ ദാത്തിന്റെ ജിവാറിൽ നിന്ന് വന്ന ആ ഒരു ആത്മാവ് പ്രശോഭിതമായി കൊണ്ട് അള്ളാഹുവിനെ പൂർണ്ണമായി അറിഞ്ഞിട്ടേ തിരിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങാൻ പറ്റുള്ളൂ. അതിനെന്തു വേണം? അള്ളാഹുവിനെ കണ്ട ആളുകളുമായി ബന്ധപ്പെടണം. ബഹുമാനപ്പെട്ട ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗാർ സൗറിലേക്ക് പോയ സംഭവമൊക്കെ എല്ലാവർക്കും സുപരിചിതമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഗാർ സൗറിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ ശത്രുക്കൾ ഗുഹാമുഖത്ത് വന്നിട്ട് പുറത്തു നിന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷേ റസൂലുള്ളാഹിനെയും സിദ്ദീഖ് തങ്ങളെയും കാണുന്നില്ല. സിദ്ദീഖ് തങ്ങൾക്ക് മനസ്സിൽ വല്ലാത്ത ഭയമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകരോട് തുറന്നു പറഞ്ഞു, നബിയെ, ഞാൻ കൊല്ലപ്പെട്ടാൽ പരിശുദ്ധ ഇസ്ലാമിനൊന്നും സംഭവിക്കാനില്ല. അങ്ങേക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ പരിശുദ്ധ ഇസ്ലാം ഇല്ല നബിയെ, എനിക്ക് വല്ലാതെ ഭയമാകുന്നു. ആ സമയത്ത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. സിദ്ദീഖ്, നീ ഭയപ്പെടണ്ട, അള്ളാഹു നമ്മോട് കൂടെയുണ്ട്. നമ്മൾ രണ്ടാളും മാത്രമാണെന്നാണോ നീ വിചാരിച്ചത്? മൂന്നാമനായി അള്ളാഹു നമ്മോട് കൂടെയുണ്ട്. പക്ഷെ എന്ത് പറഞ്ഞിട്ടും സിദ്ദീഖ് തങ്ങൾക്ക് സമാധാനം വരാത്ത സന്ദർഭത്തിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു, സിദ്ദീഖ്, നീ എൻ്റെ അരികിലേക്ക് നീങ്ങിയിരിക്കുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് തങ്ങളും മുട്ടോട് മുട്ട് ചേർന്നിരുന്നു കൊണ്ട് സിദ്ദീഖ് തങ്ങളോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സിദ്ദീഖേ, ഞാൻ നിനക്ക് ഒരു കലിമ ചൊല്ലിത്തരാം. അത് കണ്ണ് ചെമ്മിയിട്ട് നീ ആ കലിമ ചൊല്ലണം. ശേഷം നീ നിന്റെ കണ്ണു തുറക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖ് തങ്ങൾക്ക് ആ ചൊല്ലിക്കൊടുക്കുന്നു. ചൊല്ലിക്കോ സിദ്ദീഖേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ദിക്ർ ചൊല്ലുന്നു. റസൂലുള്ള ചൊല്ലിക്കൊടുക്കുന്നു. സിദ്ദീഖ് തങ്ങൾ അത് ഏറ്റു ചൊല്ലുന്നു. ഏറ്റു ചൊല്ലിയതിനു ശേഷം സിദ്ദീഖ് തങ്ങളോട് കണ്ണ് തുറക്കാൻ വേണ്ടി പറഞ്ഞു. കണ്ണു തുറന്നു. കണ്ണു തുറന്നു നോക്കുമ്പോ ആലം 18,000 സിദ്ദീഖ് തങ്ങളെ മുമ്പിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കാണിച്ചു കൊടുത്തു. ആലം 18,000 സിദ്ദീഖ് തങ്ങളെ മുമ്പിലേക്ക് അല്ലാഹു തആല തുറന്നു കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സിദ്ദീഖേ, ഇനി നിനക്ക് ഭയമുണ്ടോ? ഇല്ല നബിയെ, എനിക്ക് ഭയമില്ല. ലോകത്തൊരു ശക്തിക്കും നമ്മളെ തകർക്കാൻ കഴിയില്ല എന്ന് ഈ ഒരൊറ്റ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കൊണ്ട് എനിക്ക് മനസ്സിലായി നബിയെ എന്ന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഗാർ സൗറിൽ വെച്ചുകൊണ്ടാണ്
നക്ഷബന്ദിയ തുരീഖത്തിന്റെ ഉത്ഭവം. അതൊരു അള്ളാഹുവിലേക്കുള്ള പ്രയാണത്തിന്റെ ആദ്യപടിയാണ്. അള്ളാഹുവിനെ കണ്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഇലാഹിയായ തജല്ലിയാത്തുകൾ സിദ്ദീഖ് തങ്ങൾ ഹൃദയത്തിലേക്ക് ആവാഹിച്ചു കൊടുക്കുക, ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുക്കുക. ഇതാണ് ഒരു ഷെയ്ഖിന്റെ പണി. അള്ളാഹുവിന്റെ തജല്ലിയാത്തുകൾ ഷെയ്ഖിന്റെ ഒരു മുരീദിന്റെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുക്കുക. ആ മുരീദിന്റെ ക്രെഡിറ്റിനനുസരിച്ചിട്ട്, പാകത്തിനനുസരിച്ചിട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കുക. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അൻവാറുൽ ഖുദ്സിയ്യ എന്ന് പറയുന്ന കിതാബിൽ പറയുന്ന ഒരു സംഭവമുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മരുമകനാകുന്ന അലി റളിയല്ലാഹു അൻഹുവിനെ തന്റെ അടുത്തേക്ക് ഇരുത്തിയിട്ട് അള്ളാന്റെ റസൂല് പറയുന്നുണ്ട്, അലിയെ, നീ നിന്റെ കണ്ണ് ചിമ്മണം, എന്നിട്ട് ഞാൻ പറയുന്നത് പോലെ നീ 3 പ്രാവശ്യം പറയണം. ശേഷം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ചൊല്ലിക്കോ അലി, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോ. 3 പ്രാവശ്യം അലി റളിയല്ലാഹു അൻഹു റസൂലുള്ള പറഞ്ഞതുപോലെ ഏറ്റു ചൊല്ലി. അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ. അവിടുന്നാണ് ബാക്കിയുള്ള തുരീഖത്തുൽ ഖാദിരിയ, റിഫാഇയ, ചിശ്തിയ തുടങ്ങിയ എല്ലാ തുരീഖത്തുകളും അലി റളിയല്ലാഹു അൻഹു വഴിയാണ് വരുന്നത്. അന മദീനത്തുൽ ഇൽമി, ഞാനൊരു വിജ്ഞാനത്തിന്റെ പട്ടണമാണെങ്കിൽ അതിലേക്കുള്ള കവാടം അലിയാണെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പോ സിദ്ദീഖ് തങ്ങൾക്കും അലിയാർ തങ്ങൾക്കും അള്ളാന്റെ റസൂല് കൊടുത്തത് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്, അല്ലെ? സിദ്ദീഖ് തങ്ങളെ കുറിച്ച് പല സഹാബത്തിനും റസൂലുള്ള ഏത് കാര്യങ്ങൾക്കും സിദ്ദീഖ് തങ്ങളെയാണല്ലോ വിളിക്കാറുള്ളത്, ഞങ്ങളെയൊന്നും റസൂലുള്ള വിളിക്കാറില്ല എന്ന ഒരു സംസാരം സഹാബത്തിന്റെ ഇടയിൽ വന്നപ്പോ അള്ളാന്റെ റസൂല് സ്വഹാബി വൃന്ദങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ട് സ്വഹാബത്തിനോട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വഹാബത്തെ, നിങ്ങൾ എന്ത് മനസ്സിലാക്കി? വലാ സ്വലാത്തിൻ വലാ സിയാമിൻ, സിദ്ദീഖ് തങ്ങൾക്ക് ഒരുപാട് നിസ്കാരങ്ങളോ നോമ്പുകളൊന്നുമില്ല. വലാകിൻ ബിസിദ്ദിൻ ഫീ സ്വദ്രിഹി, അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒരു രഹസ്യമുണ്ട്. ഹിയ മഅരിഫത്തുല്ലാഹ്, അത് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. ഒരു മനുഷ്യനെ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉന്നതനാക്കുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. ആ ഒരു അറിവിലേക്ക് ജനമനസ്സുകളെ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഓരോ ത്വരീഖത്തിന്റെയും ലക്ഷ്യം. തിജാനി ത്വരീഖത്തിന്റെയും ലക്ഷ്യം അതാണ്. അത് പറ്റുന്ന ഏറ്റവും നല്ല അമലാണ് സ്വലാത്തുൽ ഫാത്തിഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മശായിഖിന്റെ തഹ്തിലായി ഖദമിലായി ജീവിച്ച് യഥാർത്ഥ മുരീദന്മാരായി ജീവിച്ച് യഥാർത്ഥ മുരീദന്മാരായി മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.